എൻ്റെ ഈ ഇരിക്കുന്ന ആളെ കണ്ടോ? ഇന്ന് എന്നെ എന്തെല്ലാം വഴക്ക് പറഞ്ഞെന്നറിയാവോ? എന്തിനാ അമ്മൂമ്മ എന്നെ വഴക്ക് പറഞ്ഞേ? വഴക്ക് പറഞ്ഞ് വല്ലതും കഴിക്കാഞ്ഞിട്ട് വല്ലതും കൊച്ചു പിള്ളേർ വല്ലതും നല്ലപോലെ എപ്പോഴും കഴിക്കണ്ടായോ? അതിനാണ് ഞാൻ വഴക്ക് പറഞ്ഞത്. എനിക്ക് വയ്യാതെ വന്നുകൊണ്ടാണ് ഞാൻ കഴിക്കാതിരുന്നത്. ഇപ്പം കണ്ടോ, ഞാൻ കഴിച്ചിട്ട് എൻ്റെ ശരീരത്ത് പിടിക്കുന്നുണ്ടോ? ആ പിടിക്കുന്ന സമയത്തിന് കഴിക്കണം. അതിനാണോ എന്നെ വഴക്ക് പറഞ്ഞേ? അതിനാണോ എന്നോട് വഴക്ക് പറഞ്ഞേ? അതിനാ വഴക്ക് പറഞ്ഞത്. അല്ല അവനെന്തോ അതിനാ വഴക്ക് പറയുന്നത്? മോനെ സ്നേഹം കൊണ്ടല്ലയോ, അല്ലെങ്കിൽ വഴക്ക് പറയുമോ? മോൻ കഴിക്കണം നിറേശയിട്ട്. ഇപ്പോഴെൻ്റെ പിണക്കവും മാറി. എല്ലാവരോടുമായിട്ട് ഞാൻ പറയുക, അങ്ങനെ മാതാപിതാക്കളെ നോക്കണം. നോക്കിയെങ്കിലേ നാളെ നിങ്ങളുടെ മക്കൾ നോക്കത്തുള്ളൂ. പറഞ്ഞാലും പിണക്കമാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ വീട്ടിൽ നിന്ന് ചക്ക പഴുത്തേക്ക കൊണ്ട് തന്നപ്പോൾ ആ പിണക്കം അങ്ങ് മാറി. മാറി. ഞാൻ തിന്നില്ലയോ നല്ല പോലെ? കഴിച്ച്. ഇനിയും നമ്മുടെ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാട്ടെ മോളെ വീട്ടിൽ. നമുക്ക് പുഴുക്ക് വെച്ച് വേവിച്ച് നല്ല രുചി വഴി തിന്നാം. ചക്കയും കപ്പയുവാ ഇഷ്ടം. മോനെ എനിക്ക് കണ്ണിനും കാതിനും ഒക്കെ ആവത് കുറവാ. മോനെ വല്ലതും കഴിക്കണ്ടായോ? മോനാവത് വന്നെങ്കിലല്ല എന്നെ നോക്കാൻ ആളുള്ളൂ. ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചോണം, അല്ലെങ്കിൽ ഞാൻ വടിയെടുത്ത് നല്ല അടി അടിച്ചു. എന്നെയോ? അമ്മമ്മയ്ക്ക് കണ്ണ് വയ്യാതെ എങ്ങനെ വെളിയിൽ പോയി വടിയെടുക്കും? ഞാൻ തപ്പിയെടുക്കും. ഞാൻ സുധയോട് പറയും, സുധ അന്നേരം എളുപ്പം എടുത്തോണ്ട് തരും. അപ്പൊ രണ്ടുപേരോട് എന്നെ അടിക്കാനുള്ള പരിപാടിയായില്ലയോ? എന്താ അടി? ഒരടി കൊള്ളാനുള്ള കൽപ്പില്ലയോ? അതൊക്കെ ഉണ്ട്. അടിക്കൊന്നും വേണ്ട, ഞാൻ കഴിച്ചോളാം. ഇന്ന് ഞാൻ എന്താ രാവിലെ താമസിച്ച് കഴിച്ചോണ്ടാ ഉച്ചക്ക് ലേറ്റ് ആയത്. താമസിക്കരുതല്ലോ. സുഖമൊന്നും വയ്യാത്തതാവേ, നല്ലപോലെ നോക്കണേ. ഞാനാണോ? ആവതുപോലെ നോക്കണം. അതിന്റെ ഇരട്ടിയും നോക്കണം. അതിന്റെ ഇരട്ടിയും നോക്കണോ? നല്ലപോലെ ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാ പറ്റത്തില്ല. നോക്കാം. വയ്യാതെ വരുമ്പോ നോക്കിയാ പോരെ? വയ്യാതെ വരുമ്പോ നോക്കിയാ പോരായോ? ഇപ്പൊ പിന്നെ ആവതാന്നു. ആ വണ്ണം കൊണ്ട് നമുക്ക് നടക്കാവൂ? ഇതൊക്കെ പറയാൻ നിങ്ങളല്ല ഉള്ളൂ. എനിക്ക് വേറെ ആരുണ്ടോ? ഞാനതിനാ നിങ്ങളെ വഴക്ക് പറയുന്നു. മോനെ ചിക്കോളെ, എന്തോ കേട്ടോ ഞാൻ പറഞ്ഞത്? എന്തോ പറഞ്ഞേ? അനുസരിക്കണേ. എനിക്ക് അമ്മൂമ്മയോട് കെറിയിക്കല്ലേന്നോ? അമ്മൂമ്മയോട് ഞാൻ ഇതുവരെ കെറിയിച്ചിട്ടുണ്ടോ? അതിനാ ഞാൻ എപ്പോഴും പറയുന്നു. ഞാൻ ഇതുവരെ കെറിയിച്ചിട്ടുണ്ടോ അമ്മൂമ്മയോട്? ഇല്ല. പിന്നെന്താ അങ്ങനെ പറഞ്ഞേ? അത് ഞാൻ എന്നാലും അങ്ങ് ഓർമ്മപ്പെടുത്തുക. എനിക്ക് എപ്പോഴും അതൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. എനിക്ക് അത് എൻ്റെ തമാശയാ. അയ്യടി, ഇതാന്നോ തമാശ? തമാശക്കാരി. അമ്മൂമ്മക്ക് പേടിയുണ്ടോ നോക്കത്തില്ലെന്ന്? പേടിയൊന്നുമില്ല. എന്നെ നോക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തോ പേടിക്കുന്നു. പിന്നെന്തിനാ ഈ തമാശയൊന്നും പറയണ്ട കേട്ടോ. ചുമ്മാ കൊണ്ടുവന്നിട്ടല്ലയോ എന്നെ നോക്കുന്നത്. അവനോടുള്ള സ്നേഹത്തിൽ കൂടുതലും നീനോടുണ്ട്. ഉണ്ടോ? ഇന്ന് വിളിക്കുമ്പോ ഞാൻ പറയും സ്നേഹം എന്നോടാണ്. ഞാൻ കള്ളിയല്ല കേട്ടോ. കേട്ടോ, പറയട്ടെ. ആരോടാ? സിദ്ധാന്തേട്ടൻ വിളിക്കുമ്പോ പറയട്ടെ. സിദ്ധാന്തോനോടോ? സിദ്ധാന്തേട്ടനേക്കാൾ സ്നേഹം എന്നോടാന്ന് പറഞ്ഞു. അപ്പൊ പിണങ്ങത്തില്ലേ? എവിടെ പിണങ്ങാനോ? അതൊക്കെ അവന് സന്തോഷമോ? ആണോ? എന്നെ പോലെ തന്നെ എൻ്റെ ഭാര്യയോടും അമ്മൂമ്മയ്ക്ക് സ്നേഹമാ. അപ്പോൾ സന്തോഷിച്ചോളൂ. ആര്? എൻ്റെ പിന്നെ മോനെ. സിദ്ധാന്തേട്ടനോ? കൊച്ചു മോനെ. ഞാൻ എന്നാ ഇപ്പൊ വിളിച്ച് പറഞ്ഞേക്കാം. പറഞ്ഞു.